7 വയസ്സായാൽ മുറുസ്വബിയ എന്ന് പറഞ്ഞാൽ അതാണായാലും പെണ്ണായാലും 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ്. വതർക്കുൽ വാജിബി മഅസിയത്തുൻ, ആ നിർബന്ധം ഒഴിവാക്കൽ ഹറാമാണ്, തെറ്റാണ്. വൽ ഇസ്റാറു അലൈഹ, അങ്ങനെ ഹറാമ് സ്ഥിരം ചെയ്യുന്ന ഒരു രക്ഷിതാവ്. സ്ഥിരമായി കുട്ടികളെ വിളിക്കാറൊന്നുമില്ല. സുബഹി നിസ്കരിക്കണമെന്നോ ളുഹർ നിസ്കരിച്ചോന്നോ അസർ എവിടുന്നാ നിസ്കരിച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അങ്ങനെ ചോദ്യമൊന്നുമില്ല. വൽ ഇസ്റാറു അലൈഹ, സ്ഥിരമായി ഈ നിർബന്ധം ഒഴിവാക്കുക എന്ന ഹറാമ് ചെയ്യുന്ന ഒരു രക്ഷിതാവ് മുസ്ഖിത്തുൽ അദാല വ മുസ്ബിത്തുൽ ഫിസ്ഖ്, അയാൾ ഫാസിഖാണ്, അയാൾ സാക്ഷിക്ക് പറ്റുന്നതല്ല. വലാ തുഖ്ബലു ഷഹാദത്തുഹും ബിന്നിക്കാഹി, വിശേഷിച്ച് നിക്കാഹിൽ അവർ സാക്ഷി നിന്നാൽ ആ നിക്കാഹ് വലാ തൻഅഖിദു നിക്കാഹ്, നിക്കാഹ് സ്വഹിയാവില്ല. ആര് 7 വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്ത രക്ഷിതാവാണ് ഇയാളെങ്കിൽ നിക്കാഹ് നടക്കുന്നിടത്ത് സാക്ഷിയായി ഇയാൾ നിൽക്കാൻ പാടില്ല. കാരണം ഫാസിക്ക് നിക്കാഹ് പറ്റൂലല്ലോ. ഇയാൾ ഫാസിക്കല്ലേ, ഇയാൾ എങ്ങനെ നിക്കാഹിന് സാക്ഷിക്കാൻ പറ്റുക? വലൗ കാനൂ അൽഫൻ, ഇതെല്ലാം വലിയ മഖ്ദൂം റളിയല്ലാഹുവിന്റെ ഇബാറത്താണ് ഞാൻ വായിക്കുന്നത്. വലൗ കാനൂ അൽഫൻ, അവരായിരക്കണക്കിന് ആളാണ് രജിസ്റ്ററിൽ ഒപ്പിട്ടത്, ഇവർ എന്നിൽ നിക്കാഹ് നടന്നിട്ടുണ്ട്, ആ നിക്കാഹ് പറ്റൂല. കാരണം ഇവർ 7 വയസ്സ് മുതൽ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്ത രക്ഷിതാവാണ്. അവിടെ എന്താ മസല? എല്ലാ വക്തിനും നിസ്കാരം കൊണ്ട് കൽപ്പിക്കണോ വേണ്ടിയോ? ഓൻ എല്ലാ വക്തിനും കൽപ്പിച്ചാലേ നിസ്കരിക്കുള്ളൂ എങ്കിൽ കൽപ്പിക്കണം. അവിടെ ചിലപ്പോ ഉപ്പ ലിബറലാവും. എന്താടി നീ ഇങ്ങനെ കുറച്ചെല്ലാം ഉറങ്ങിക്കോട്ട് പിള്ളേരല്ലേ, ഓൻക്കാകെ 8 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ശതമാനം ആൾക്കാർ മക്കളുടെ ഈ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് അന്താരാഷ്ട്ര വയലെല്ലാം അവസാനിപ്പിക്കാം. ബോസ്നിയയിൽ എന്ത് സംഭവിച്ചു, ചെച്ചിനിയയിൽ, അതെല്ലാം അടുക്കട്ട് നമുക്ക് ന്യൂച്ചാട് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. ആദ്യം വെറുതെ നോക്കാം. അപ്പൊ നമ്മൾ ആദിലാവണം, നീതിമാൻ, നമ്മളെ വാക്കിന് നല്ല വില ഉണ്ടാവണം. പേനക്ക് മഷീണ്ട് എന്ന് വെച്ചിട്ട് പോയിട്ട് നിക്കാഹിന് ഒപ്പിട്ടേക്കരുത്. പുറത്ത് കാപ്പി അണ്ടിപ്പരിപ്പെല്ലാം കൊടുക്കണ്ട, വേഗം കുടിച്ച് വിട്ടോളെ. ഇതിന് പറ്റൂലെങ്കിൽ നിൽക്കാൻ പാടില്ല. ബാക്കി നമുക്ക് വായിക്കാം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് കൂടുതലും ഈ ഗ്രന്ഥം എടുത്ത് ഉദ്ധരിക്കുന്നത്. വസിയാനത്തുഹു, ഒരു കുട്ടിയെ എങ്ങനെയാണ് ഉപ്പ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത്, ഉമ്മ രക്ഷപ്പെടുത്തേണ്ടത്. ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന ആയത്തിന്റെ വിശദീകരണമാണ് പറയണത്. എങ്ങനെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തേണ്ടത്? ബിഅൻ യുഅദ്ദിബഹു വയുഹദ്ദിബഹു വയുഅല്ലിമഹു മഹാസിനൽ അഖ്ലാഖ്, കുട്ടികളെ അദബ് പഠിപ്പിക്കണം. അത് പിന്നെ ഉസ്താദേ ഓന് പിന്നെ ആളെ കണ്ടാൽ അങ്ങനെ ഭയങ്കര കുരുത്തക്കെടാൻ അങ്ങനെയൊന്നും പറഞ്ഞ് പിള്ളേരെ വിടാൻ പാടില്ല. കുട്ടികളെ അദബ് പഠിപ്പിക്കണം. അവന് നല്ല സ്വഭാവം ഉണ്ടാക്കി കൊടുക്കണം. അവന് നല്ല നല്ല ചര്യകൾ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം അദബ് പഠിപ്പിക്കലാണ്, മര്യാദ പഠിപ്പിക്കലാണ്. ആ കുട്ടിക്ക് മര്യാദ പഠിപ്പിക്കലാണ് ഉപ്പയും ഉമ്മയും നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്ര നല്ലൊരു ആശയമാണെന്ന് നോക്ക് നിങ്ങൾ. ഇപ്പൊ ചില വീട്ടിലൊക്കെ പോയാൽ പിള്ളേർ ഭയങ്കര അദബായിരിക്കും. മാത്രമല്ല ഇപ്പൊ വയലിന്റെ സദസ്സിലൊക്കെ കാണാം, ക്ലാസ്സും പരിപാടിയും പ്രഭാഷണവും വയലൊക്കെ കഴിഞ്ഞാൽ അവർ കസേരൊക്കെ എടുത്തു വെക്കുന്നു, അച്ചടക്കത്തോടെ ഇരിക്കുന്നു, ഭയങ്കര അദബായിരിക്കും. ആ പിള്ളേരെ നമ്മൾ നേരെ അദബ് എന്ന് പറയാതെ പറയുന്ന ഒരു ടേമാണ് എന്താന്ന് വെച്ചാൽ ഭയങ്കര പിള്ളേർ നല്ല മെച്ചോർഡാണല്ലോ, ഉഷാറാണല്ലോ അല്ലേ, അല്ല കുട്ടി നല്ല മെച്ചോർഡാണ്. ഈ മെച്ചോർഡ് എന്ന് പറഞ്ഞാൽ അദബ് എന്നാണ് അതിൻ്റെ താല്പര്യം. ഇത് അധികവും കുട്ടികൾക്ക് കിട്ടാൻ മാതാപിതാക്കളിലൂടെയാണ്. വഴി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം വേണ്ട എന്താ? അദബ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ ഉടനെ മഹാനവറുകൾ പറയാ, വയഹ്ഫളുഹു മിൻ ഖുറനാഇസ് സൂഅ്, മോശം കൂട്ടുകാര് നമ്മളെ മക്കൾക്ക് ഉണ്ടാവരുത്. ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത്.
മോശം കൂട്ടുകാരുണ്ടാവാൻ പാടില്ല. അപ്പൊ അത്തരം ക്യാമ്പസിലേക്ക് അയക്കരുത്. അവിടുന്നാണ് കുട്ടികൾ പലതും പഠിക്കുക. പലതും പഠിക്കൽ അങ്ങനെയാണ്. ആദ്യം കുട്ടികൾ നന്നാവണം എന്ന് ആലോചിക്കുന്ന ഏതൊരു രക്ഷിതാവും ചിന്തിക്കേണ്ടത് എന്റെ കുട്ടി ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളതാണ്. കാരണം അൽ മർഉ അല ദീനി ഖലീലി, കൂട്ടുകാരുടെ ജീവിത സ്റ്റൈൽ അനുസരിച്ചിട്ട് ഒരാൾ ജീവിക്കുള്ളൂ. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടതെന്ന് ശരിക്കും ആലോചിച്ചിട്ട് കൂട്ടുകൂടാൻ പാടുള്ളൂ ഇസ്ലാമിന്റെ